ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം 1 ശമൂവേൽ 25 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 27 അധ്യായം 1 വാക്യം. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കൈയാൽ നശിക്കുകയുള്ളൂ. ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകയല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും. ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രതിസന്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ വായനഭാഗത്തും നാം കാണുന്നത്. ശൗൽ രാജാവിലൂടെയുള്ള പരീക്ഷണങ്ങളും മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങളും എല്ലാം നേരിടേണ്ടതായിട്ട് വരുന്നു. ഭയം, കോപം, ആശയക്കുഴപ്പങ്ങൾ, തൻ്റെ സ്ഥാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലെ അനുഭവങ്ങൾ, ഇവയെല്ലാം അതിജീവിക്കേണ്ടതായ അനുഭവങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നു. ഇത്തരത്തിലെ അനുഭവങ്ങളുടെ മധ്യത്തിൽ എപ്രകാരം പ്രതികരിക്കണമെന്നാണ് ഇന്നത്തെ പാഠഭാഗം നമുക്ക് കാണിച്ചു തരുന്നത്. ഒന്നാമതായിട്ട്, കോപത്തിൽ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ശമൂവേൽ പ്രവാചകന്റെ 1 പുസ്തകം 25 അധ്യായത്തിൽ നാബാൽ ദാവീദിനെ അപമാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ 10ഉം 11ഉം വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദ് ആർ, ഇശായിയുടെ മകൻ ആർ, യജമാനന്മാരെ വിട്ട് പൊയ്ക്കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെ ഉണ്ട്. ഞാൻ എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളെ രോമം കത്രിക്കുന്നവർക്കായി ഒരുക്കിയ മാംസവും എടുത്ത് എവിടെത്തുകാർ എന്നറിയാത്തവർക്ക് കൊടുക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ ദാവീദ് ആരാണ് എന്ന ഉച്ചഭാവത്തിൽ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഈ അനുഭവത്തിൻ്റെ മധ്യത്തിൽ ദാവീദ് കോപത്തോടെ പ്രതികരിക്കുവാനായിട്ട് ഒരുങ്ങുന്നു. എന്നാൽ നാബാലിൻ്റെ ഭാര്യ അബീഗയിൽ ഇവിടെ വിവേകത്തോടെ ഇടപെടുകയും അങ്ങനെ ദാവീദ് തൻ്റെ തെറ്റായ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുകയും ചെയ്യുന്നു. അതിനാൽ കോപത്തിൻ്റെ ആഴം കൂടുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. അങ്ങനെ ആ അവസരങ്ങളിൽ ചിലപ്പോൾ ദൈവം അബീഗയിലിനെ പോലെ വിവേകമുള്ളവരെ നമ്മുടെ അടുക്കിലേക്ക് അയക്കാം. അത് കേൾക്കുവാൻ മനസ്സ് കാണിക്കുക, അതിലൂടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുക. സദൃശവാക്യങ്ങൾ 14 അധ്യായത്തിൻ്റെ 29 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: മുൻകോപിയോ ഭോഷത്വം ഉയർത്തുന്നു എന്ന്. അങ്ങനെയെങ്കിൽ കോപമെന്ന വികാരത്തെ നിയന്ത്രിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത് വിശ്വാസം കൈവിടാതിരിക്കുക എന്നതാണ്. 1 ശമൂവേൽ 27 അധ്യായത്തിൽ നമ്മൾ കാണുന്നത് കുറിവാക്യമായി വായിച്ച കാര്യങ്ങളാകുന്നു. ഇവിടെ ദാവീദ് ഇപ്രകാരം പറയുന്നു: ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കൈയാൽ നശിക്കുകയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും ഓടിപ്പോയി ഞാൻ രക്ഷപ്പെടേണ്ടതാണ് എനിക്ക് ആവശ്യം എന്ന്. ഈ സാഹചര്യത്തിൽ ദാവീദിൻ്റെ വിശ്വാസം ചോർന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ ഓടിപ്പോകുന്ന ദാവീദിന് ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നേരിയ കുറവ് തന്നെ സംഭവിക്കുന്നു. അതൊരു വീഴ്ച തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ വിശ്വാസമുള്ളവർക്കും ഭയം വരാം. അങ്ങനെ ഭയത്താൽ എടുക്കുന്ന തീരുമാനങ്ങളും നമ്മെ തെറ്റായ വഴിയിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ എന്ന് ഈ വേദഭാഗം നമ്മോട് പറയുന്നു. ഏത് അനുഭവങ്ങളിലും ദൈവത്തിലുള്ള വിശ്വാസം കൈവിടാതിരിക്കുക. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ദോഷകരമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്ന് നിന്ന് അവയൊക്കെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അപ്രകാരം ജീവിപ്പാൻ തമ്പുരാൻ നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളെ മുറ്റുമായി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഭയത്തിൻ്റെയും കോപത്തിൻ്റെയും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകാറുണ്ട്. എന്നാൽ അത്തരത്തിലെ സാഹചര്യങ്ങളെല്ലാം അങ്ങയോട് ചേർന്ന് തരണം ചെയ്യുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.